Network News is brought to you in association with Kalarikals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyanur, since 1938. Pavan Gold and Diamond, Gold, Diamond, Silver and Birthstone. Malabar Gold and Diamonds, celebrate the beauty of life. Juju Gold and Diamonds, Central Bazaar, Payyanur. ഇനി അടുക്കളയിലേക്ക് ഏവർക്കും സ്വാഗതം. അഹാൻ സ്റ്റീം മെയ്ഡ് പുട്ടുപൊടി. നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. കാണാമാദ്യം പ്രധാന വാർത്തകൾ. കൺസ്യൂമർ ഫെഡ് സ്റ്റുഡൻസ് മാർക്കറ്റിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം പയ്യന്നൂരിൽ സഹകരണ ദേവസ്വം തുറമുഖ വകുപ്പ് മന്ത്രി VN വാസവൻ നിർവഹിച്ചു. വിലക്കയറ്റവും ചൂഷണവും നിയന്ത്രിക്കുന്നതിന് ജില്ലകൾ തോറും കൺസ്യൂമർ ഫെഡിന്റെ നേതൃത്വത്തിൽ പ്രാഥമിക സഹകരണ സംഘങ്ങളുമായി ചേർന്നാണ് സ്റ്റുഡൻസ് മാർക്കറ്റുകൾ ആരംഭിക്കുന്നത്. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കണ്ണൂർ ജില്ലാ സമ്മേളനം ചെറുതാഴം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ആരംഭിച്ചു. കുസാറ്റ് റഡാർ സെന്റർ ഡയറക്ടർ ഡോക്ടർ S. അഭിലാഷ് ഉദ്ഘാടനം ചെയ്തു. കാലാവസ്ഥാ പ്രതിസന്ധിയുടെ ഭാഗമായി ഉണ്ടാകുന്ന പ്രകൃതി ദുരന്തങ്ങൾ കേരളത്തിലെ ഏതു പ്രദേശത്തും ഏതു കാലത്തും സംഭവിക്കാവുന്നതാണെന്നും അതിനെ നേരിടാൻ ജാഗ്രതയും ശാസ്ത്രീയമായ ആസൂത്രണവും അനിവാര്യമാണെന്നും ഡോക്ടർ S. അഭിലാഷ് പറഞ്ഞു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് റെയിൽവേയിലെ വ്യത്യസ്ത മേഖലയിലെ ജീവനക്കാർ സദേൺ റെയിൽവേ മസ്ദൂർ യൂണിയന്റെ നേതൃത്വത്തിൽ നിരാഹാര സമരം നടത്തി. പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ നടന്ന 12 മണിക്കൂർ നിരാഹാര സമരം SRMU പാലക്കാട് ഡിവിഷൻ സെക്രട്ടറി R. രാജേഷ് ഉദ്ഘാടനം ചെയ്തു. മണൽക്കടത്ത് സംഘങ്ങൾക്കെതിരെ പരിശോധന ശക്തമാക്കി പഴയങ്ങാടി പോലീസ്. കഴിഞ്ഞ ദിവസം പുലർച്ചെ നടത്തിയ പരിശോധനയിൽ മുട്ടം ഭാഗത്ത് നിന്ന് മണൽ ലോറി പിടികൂടി. അടുത്ത കാലത്തായി 10ഓളം മണൽക്കടത്തു കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. യേശുക്രിസ്തുവിന്റെ അന്ത്യാത്താഴ സ്മരണയിൽ പെസഹ വ്യാഴം ആചരിച്ചു. ക്രിസ്തീയ ദേവാലയങ്ങളിൽ വിശുദ്ധ കുർബാനയും പ്രത്യേക കാൽകഴുകൽ ശുശ്രൂഷയും നടന്നു. വാർത്തകൾ വിശദമായി. കൺസ്യൂമർ ഫെഡ് സ്റ്റുഡൻസ് മാർക്കറ്റിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം പയ്യന്നൂരിൽ സഹകരണ ദേവസ്വം തുറമുഖ വകുപ്പ് മന്ത്രി VN വാസവൻ നിർവഹിച്ചു. TI മധുസൂദനൻ MLA ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കേരളത്തിലെ എല്ലാ ജില്ലകളിലും സ്കൂൾ മാർക്കറ്റുകൾ സംഘടിപ്പിക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനം. സംസ്ഥാന സഹകരണ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ കൺസ്യൂമർ ഫെഡ് മുഖേന സഹകരണ സംഘങ്ങളുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന സ്റ്റുഡൻസ് മാർക്കറ്റിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം പയ്യന്നൂരിൽ സഹകരണ ദേവസ്വം തുറമുഖ വകുപ്പ് മന്ത്രി VN വാസവൻ നിർവഹിച്ചു. ഉപഭോക്താക്കൾക്ക് വലിയ തോതിൽ സഹായകരമായ ഒരു സമാന്തര സഹകരണ സ്ഥാപനം എന്ന നിലയിൽ സ്റ്റുഡൻസ് മാർക്കറ്റ് അതിന്റെ പ്രവർത്തനത്തിലൂടെ സാധാരണക്കാർക്ക് ഏറെ ആശ്വാസകരമാകുമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ മന്ത്രി പറഞ്ഞു. ഇപ്പോൾ തന്നെ വിഷു, ഈസ്റ്റർ ചന്തകൾ സംസ്ഥാനത്ത് ഏതാണ്ട് 70ഓളം കേന്ദ്രങ്ങളിൽ സമാരംഭിച്ചു. മാർക്കറ്റിൽ ഏതാണ്ട് 13 ഇനങ്ങൾക്ക് കഴിഞ്ഞ 8 വർഷക്കാലമായി ഒരേ വിലയിൽ വിതരണം ചെയ്യുന്ന അവസ്ഥ വരുമ്പോൾ നല്ല രൂപത്തിൽ മാർക്കറ്റ് ഇടപെട്ട് ഉപഭോക്താക്കളെ സഹായിക്കുന്ന സംവിധാനമാണ് മാർക്കറ്റ് ഫെഡിലൂടെ വരുന്നത്. ഇതിനു മുമ്പ് ഓണവും ക്രിസ്മസും അതുപോലെ തന്നെ റംസാനുമൊക്കെ വന്നപ്പോഴും ഇത്തരത്തിലുള്ള ഇടപെടൽ മാർക്കറ്റിൽ ഉത്സവ സീസണിലെല്ലാം സാധാരണ ജനങ്ങളെ കൊള്ളയടിക്കുന്ന മാർക്കറ്റ് സ്ഥിതിവിശേഷം വളർന്നു വരുമ്പോൾ അവിടെയാണ് കൺസ്യൂമർ ഫെഡിൻ്റെ ഇടപെടലുകൾ ജനജീവിതത്തെ സമസ്ത മേഖലകളിലും സഹായിക്കാൻ കഴിയുന്ന രൂപത്തിൽ സഹകരണ മേഖല പൊതുവിലും കൺസ്യൂമർ ഫെഡ് വിശേഷിച്ചും ആ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് വരുന്നത്. TI മധുസൂദനൻ MLA ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കൺസ്യൂമർ ഫെഡ് ചെയർമാൻ PM ഇസ്മയിൽ സ്വാഗതം ആശംസിച്ചു. കൺസ്യൂമർ ഫെഡ് മാനേജിംഗ് ഡയറക്ടർ M. സലീം റിപ്പോർട്ട് അവതരിപ്പിച്ചു. പയ്യന്നൂർ നഗരസഭാ അധ്യക്ഷ KV ലളിത സ്റ്റുഡന്റ് മാർക്കറ്റ് ആദ്യ വിൽപ്പന നിർവഹിച്ചു. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PV വത്സല ത്രിവേണി നോട്ട്ബുക്കുകളുടെ ആദ്യ വിൽപ്പനയും കണ്ണൂർ ജോയിന്റ് രജിസ്ട്രാർ ജനറൽ രാമകൃഷ്ണൻ V ത്രിവേണി കമ്പ്യൂട്ടർ ഫോം ആദ്യ വിൽപ്പനയും നിർവഹിച്ചു.
നഗരസഭാ വൈസ് ചെയർമാൻ പി വി കുഞ്ഞപ്പൻ, കണ്ണൂർ DDE നിർമ്മല KP, നഗരസഭാ കൗൺസിലർ മണിയറ ചന്ദ്രൻ, കൺസ്യൂമർ ഫെഡ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ VK രാജൻ, കേരള ദിനേശ് ചെയർമാൻ ദിനേശ് ബാബു, പയ്യന്നൂർ കാർഷിക വികസന ബാങ്ക് മുൻ പ്രസിഡന്റ് P സന്തോഷ്, കൺസ്യൂമർ ഫെഡ് റീജിയണൽ മാനേജർ R പ്രദീപ് കുമാർ, കൺസ്യൂമർ ഫെഡ് ഡയറക്ടർ KP പ്രമോദൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. കേരളത്തിൽ വിവിധ സഹകരണ സംഘങ്ങൾ മുഖേനയും കൺസ്യൂമർ ഫെഡിന്റെ ത്രിവേണി സൂപ്പർമാർക്കറ്റ് മുഖേനയും 500 സ്റ്റുഡൻസ് മാർക്കറ്റുകളാണ് പ്രവർത്തനം ആരംഭിച്ചത്. വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ സ്കൂൾ, കോളേജ്, ത്രിവേണി നോട്ട്ബുക്കുകൾ, വിവിധ കമ്പനികളുടെ ബാഗുകൾ, കുടകൾ, ടിഫിൻ ബോക്സുകൾ, വാട്ടർ ബോട്ടിലുകൾ തുടങ്ങിയ എല്ലാ പഠനോപകരണങ്ങളും കുറഞ്ഞ വിലയ്ക്ക് സ്റ്റുഡൻസ് മാർക്കറ്റിലൂടെ ലഭ്യമാണ്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കേരളത്തിലെ എല്ലാ ജില്ലകളിലും സ്കൂൾ മാർക്കറ്റുകൾ ആരംഭിക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചതിന്റെ ഭാഗമായി പയ്യന്നൂരിൽ കൺസ്യൂമർ ഫെഡ് സ്റ്റുഡൻസ് മാർക്കറ്റ് പ്രവർത്തനം ആരംഭിച്ചു. വിലക്കയറ്റവും ചൂഷണവും നിയന്ത്രിക്കുന്നതിന് ജില്ലകൾ തോറും കൺസ്യൂമർ ഫെഡിന്റെ നേതൃത്വത്തിൽ പ്രാഥമിക സഹകരണ സംഘങ്ങളുമായി ചേർന്നാണ് സ്റ്റുഡൻസ് മാർക്കറ്റുകൾ ആരംഭിക്കുന്നത്. സംസ്ഥാന സഹകരണ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ കൺസ്യൂമർ ഫെഡ് മുഖേന സഹകരണ സംഘങ്ങളുടെ നേതൃത്വത്തിൽ 2025 ഏപ്രിൽ 15 മുതൽ 2025 ജൂൺ 15 വരെ കേരളത്തിലെ എല്ലാ ജില്ലകളിലും സ്കൂൾ മാർക്കറ്റുകൾ സംഘടിപ്പിക്കുവാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. വിലക്കയറ്റവും ചൂഷണവും നിയന്ത്രിക്കുന്നതിന് ജില്ലകൾ തോറും കൺസ്യൂമർ ഫെഡിന്റെ നേതൃത്വത്തിൽ പ്രാഥമിക സഹകരണ സംഘങ്ങളുമായി ചേർന്നാണ് സ്റ്റുഡൻസ് മാർക്കറ്റുകൾ ആരംഭിക്കുന്നത്. വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ വിവിധ കമ്പനികളുടെ ബാഗുകൾ, കുടകൾ, ടിഫിൻ ബോക്സ്, വാട്ടർ ബോട്ടിൽ, സ്കൂൾ സ്റ്റേഷനറി, മറ്റ് അനുബന്ധ പഠന സാമഗ്രികൾ എന്നിവയും കൺസ്യൂമർ ഫെഡിന്റെ ത്രിവേണി നോട്ട്ബുക്കുകളും ഗുണമേന്മയോടുകൂടിയും മിതമായ വിലയ്ക്കും സ്റ്റുഡൻസ് മാർക്കറ്റിൽ ലഭ്യമാകും. സ്റ്റുഡൻസ് മാർക്കറ്റിലേക്ക് ആവശ്യമുള്ള ഉൽപ്പന്നങ്ങൾ സെൻട്രൽ പർച്ചേസ് കമ്മിറ്റി അംഗീകരിച്ച മാർജിൻ നിശ്ചയിച്ച് സംഭരിക്കാനുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ട്. പ്രത്യേക റീജിയണൽ പർച്ചേസ് കമ്മിറ്റിയും സംഘടിപ്പിച്ച് വിതരണക്കാരെ നിശ്ചയിച്ചിട്ടുണ്ട്. കുന്നംകുളത്ത് കൺസ്യൂമർ ഫെഡിന്റെ സ്വന്തം സ്ഥാപനമായ ത്രിവേണി സ്റ്റേഷനറി ഡിവിഷനിലാണ് ത്രിവേണി നോട്ട്ബുക്കുകൾ നിർമ്മിക്കുന്നത്. ഈ അധ്യയന വർഷം ഏകദേശം 15 കോടി രൂപയുടെ ത്രിവേണി നോട്ട്ബുക്കുകളാണ് നിർമ്മിച്ചിരിക്കുന്നത്. സ്കൂൾ പൊതുവിപണിയിലുള്ള എല്ലാ ബ്രാൻഡുകളും കൺസ്യൂമർ ഫെഡ് സ്റ്റുഡൻസ് മാർക്കറ്റിലൂടെ വളരെ വില കുറച്ച് ലഭ്യമാകും. സംസ്ഥാനത്ത് 500 സ്റ്റുഡൻസ് മാർക്കറ്റാണ് സംഘടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. മാത്രമല്ല, വിദ്യാഭ്യാസ വകുപ്പിന്റെ സഹായത്തോടുകൂടി സ്കൂൾ സൊസൈറ്റി വഴിയും സ്റ്റുഡൻസ് മാർക്കറ്റ് സംഘടിപ്പിക്കുന്നുണ്ട്. സംസ്ഥാന സർക്കാരിന്റെ വളരെ ബൃഹത്തായ പരിപാടി എന്ന നിലയിൽ സ്റ്റുഡൻസ് മാർക്കറ്റുകൾ വളരെ വിജയകരവും കേരളത്തിലെ സാധാരണ ജനവിഭാഗങ്ങൾക്ക് ഒരു അത്താണിയായും മാറും. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കണ്ണൂർ ജില്ലാ സമ്മേളനം ചെറുതാഴം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ആരംഭിച്ചു. കുസാറ്റ് റഡാർ സെന്റർ ഡയറക്ടർ ഡോക്ടർ S അഭിലാഷ് ഉദ്ഘാടനം ചെയ്തു. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കണ്ണൂർ ജില്ലാ സമ്മേളനം ചെറുതാഴം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ആരംഭിച്ചു. കുസാറ്റ് റഡാർ സെന്റർ ഡയറക്ടർ ഡോക്ടർ S അഭിലാഷ് അസ്ഥിരമാകുന്ന കാലാവസ്ഥയും അതിജീവനവും എന്ന വിഷയത്തിൽ ക്ലാസ് എടുത്തുകൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചു. കാലാവസ്ഥാ വ്യതിയാനം എല്ലാവരെയും ബാധിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിയാണ്, എല്ലാവരെയും ബാധിക്കുന്നുണ്ട്. ഇപ്പം ഞങ്ങൾ ഇന്ന് വേർക്കുകയാണ്. ഈ ഒരു സമയത്ത് ഹ്യൂമിഡിറ്റി കൂടുതലാണ്, താപനില കൂടുതലാണ്, ഹീറ്റ് ഇൻഡെക്സ് കൂടുതലാണ്, വേർക്കുകയാണ്, അസഹ്യമാണ് ചൂട്. ഇതാണ് എല്ലാവരെയും ബാധിക്കുന്നത്. പക്ഷേ എല്ലാവരെയും ഒരുപോലെയല്ല ബാധിക്കുന്നത്. അവിടെയാണ് നമ്മൾ ഇക്വിറ്റി ബേസ്ഡ് ആയിട്ടുള്ള, അവിടെയാണ് ഇക്വിറ്റി ലോക്കൽ പ്രാദേശിക അടിസ്ഥാനത്തിലുള്ള ആ ഒരു പാർശ്വവൽക്കരിക്കപ്പെട്ട മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ജനസമൂഹങ്ങളെയാണ് ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. അത് ജീവനോപാധിയുടെ കാര്യത്തിൽ പ്രത്യേകിച്ചും ഒരു ലാൻഡ് സ്ലൈഡ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഏറ്റവും വലുതെന്ന് പറഞ്ഞാൽ എത്ര പേര് മരിച്ചു എന്ന് ആദ്യമേ ചോദിക്കുന്നത്, അല്ലെങ്കിൽ എത്ര ഏക്കർ കൃഷിഭൂമി നാശം സംഭവിച്ചു. അപ്പോൾ കണിച്ചാറായാലും ഏക്കർ കണക്കിന് കൃഷിഭൂമിയാണ് നശിച്ചു പോയിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ അതൊരു ജീവനോപാധിയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു വിഷയമായിട്ട്. ഇപ്പം കഴിഞ്ഞ വർഷം 2024 ഇടുക്കിയിൽ മാത്രം 30,000 ഹെക്ടർ ഏലം കൃഷിയാണ് നശിച്ചു പോയത്. കർഷകരുടെ നഷ്ടം എന്ന് പറയുന്നത് 300 കോടിക്ക് മുകളിലാണ്. കാലാവസ്ഥാ പ്രതിസന്ധിയുടെ ഭാഗമായി ഉണ്ടാകുന്ന പ്രകൃതി ദുരന്തങ്ങൾ കേരളത്തിലെ ഏതു പ്രദേശത്തും ഏതു കാലത്തും സംഭവിക്കാവുന്നതാണെന്നും അതിനെ നേരിടാൻ ജാഗ്രതയും ശാസ്ത്രീയമായ ആസൂത്രണവും അനിവാര്യമാണെന്നും ഡോക്ടർ S അഭിലാഷ് പറഞ്ഞു. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് സ്കൂൾ കുട്ടികൾക്കായി പ്രസിദ്ധീകരിക്കുന്ന ശാസ്ത്രച്ചെപ്പ് വീട്ടിൽ ഒരു പരീക്ഷണശാല എന്ന പുസ്തകത്തിന്റെ കവർ പേജ് M വിജിൻ MLA പ്രകാശനം ചെയ്തു. പരിഷത്ത് കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് KP പ്രദീപൻ അധ്യക്ഷത വഹിച്ചു. മുൻ MLA TV രാജേഷ് സ്വാഗതം പറഞ്ഞു. കർണാടക BGVS വൈസ് പ്രസിഡന്റ് ഡോക്ടർ ശുഭാങ്കർ ചക്രവർത്തി അഖിലേന്ത്യാ തലത്തിൽ ജനകീയ ശാസ്ത്ര പ്രസ്ഥാനം വഹിക്കുന്ന പങ്കിനെക്കുറിച്ച് അവതരിപ്പിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി PV ദിവാകരൻ സംഘടനാ രേഖ അവതരിപ്പിച്ചു. സംസ്ഥാന ട്രഷറർ PP ബാബു
പുതിയ ശാസ്ത്രപുസ്തകങ്ങളെ പരിചയപ്പെടുത്തി. കേന്ദ്ര നിർവാഹക സമിതി അംഗങ്ങളായ ഡോക്ടർ കൗമ്പായി ബാലകൃഷ്ണൻ, OM ശങ്കരൻ, T ഗംഗാധരൻ, M ദിവാകരൻ, K വിനോദ്, VV ശ്രീനിവാസൻ, CP ഹരീന്ദ്രൻ, ഏഴോം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P ഗോവിന്ദൻ എന്നിവർ സംസാരിച്ചു. ബിജു നെടുവാലൂർ റിപ്പോർട്ടും ജില്ലാ ട്രഷറർ K വിനോദ് കുമാർ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. PV ജയശ്രീ ടീച്ചർ ജില്ലാ അവലോകന റിപ്പോർട്ടും അവതരിപ്പിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് റെയിൽവേയിലെ വ്യത്യസ്ത മേഖലയിലെ ജീവനക്കാർ സദേൺ റെയിൽവേ മസ്ദൂർ യൂണിയന്റെ നേതൃത്വത്തിൽ നിരാഹാര സമരം നടത്തി. പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ നടന്ന 12 മണിക്കൂർ നിരാഹാര സമരം SRMU പാലക്കാട് ഡിവിഷൻ സെക്രട്ടറി R രാജേഷ് ഉദ്ഘാടനം ചെയ്തു. ഞങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ ഞങ്ങൾ ഏത് വിധത്തിലും നേരിടാൻ തയ്യാറാണ്. അത് അഡ്മിനിസ്ട്രേഷൻ മനസ്സിലാവണം. പുതിയ ഓഫീസർമാർക്ക് അതിനുള്ള ജ്ഞാനമുണ്ടാവില്ല എന്നാണ് തോന്നുന്നത്. പക്ഷേ ഞങ്ങൾ വിടില്ല. ഞങ്ങളുടെ തൊഴിലാളികൾ ഞങ്ങൾക്ക് മുഖ്യം. SRMU ARFിന് മുഖ്യം തൊഴിലാളികളാണ്. തൊഴിലാളികളുടെ അവകാശങ്ങൾ നേടിയെടുക്കുകയാണ്. അതിന് ഞങ്ങൾ മുൻകൈ എടുക്കും. ഇന്നലെ നടന്ന സംഭവം അവൻ എഴുതി അയച്ചു. സം റൗഡീസ് അറ്റാക്ക് മീ എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജുകളൊക്കെ DRMന് അയച്ചു. നമുക്ക് റൗഡീസം ഞങ്ങളുടെ കാര്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി ഞങ്ങൾ എല്ലാം ചെയ്യും. പക്ഷേ ഇന്നലെ വൈകുന്നേരം 4 മണിയോട് കൂടിയിട്ട് അവർക്ക് പുതിയ റൂം സാങ്ഷൻ ചെയ്തു. അവരുടെ ടൂൾസ് എല്ലാം റൂമിലേക്ക് മാറ്റി. സന്തോഷം, വിജയിച്ചു. പക്ഷേ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെയ്തു, നമ്മൾ പോന്നു. പക്ഷെ 5 മണിയായപ്പോൾ അവിടെ വേറെ ഒരു യൂണിയൻ, ഇപ്പോൾ അംഗീകാരം കിട്ടിയ ഒരു യൂണിയൻ 4 പേരെ വെച്ച് പ്രകടനം നടത്തി. ഞങ്ങൾ നേടിയെടുത്തു, ഇത് അവകാശങ്ങൾ നേടിയെടുക്കാൻ ഞങ്ങളെ സമീപിക്കുമെന്ന് എന്ത് ഒരു ന്യായമില്ലാത്ത, അതായത് മലയാളത്തിലുള്ള ഉളുപ്പില്ലാത്ത ഒരു സംസാരമാണ് അവിടെ നടന്നത്. റെയിൽവേ എഞ്ചിനീയറിംഗ് ഗ്യാങ്ങിന് ശുചിമുറി ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ റെസ്റ്റ് റൂമിൽ അനുവദിക്കുക, പോയിന്റ്സ്മാൻമാരുടെ 12 മണിക്കൂർ ഡ്യൂട്ടി 8 മണിക്കൂറാക്കി ചുരുക്കുക, വനിതാ ജീവനക്കാർക്ക് സ്റ്റേഷനുകളിൽ റെസ്റ്റ് റൂം അനുവദിക്കുക, ജീവനക്കാർക്ക് തൊഴിൽ ഭാരം കൂട്ടുന്നതിനിടയാക്കുന്ന കണ്ണൂർ സ്ലീപ്പർ ഡിപ്പോ നിർത്തലാക്കാനുള്ള നീക്കം ഉപേക്ഷിക്കുക, കേരളത്തിൽ തൊഴിലെടുക്കുന്ന ഇതര സംസ്ഥാന റെയിൽവേ ജീവനക്കാരുടെ സമയോചിത ലീവുകൾ അനുവദിക്കുക തുടങ്ങി നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ജീവനക്കാരുടെ സമരം. സതേൺ റെയിൽവേ മസ്ദൂർ യൂണിയൻ, SRMU കണ്ണൂർ ഹെഡ്ക്വാർട്ടർ, ഓപ്പൺ ലൈൻ ബ്രാഞ്ചുകളുടെ നേതൃത്വത്തിൽ തുടങ്ങിയ 12 മണിക്കൂർ നിരാഹാര സമരത്തിൽ എഞ്ചിനീയറിംഗ്, സിഗ്നൽ ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ, ട്രാഫിക്, TRD, കമേഴ്ഷ്യൽ വിഭാഗങ്ങളിലെ ജീവനക്കാർ പങ്കെടുത്തു. പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ നടന്ന നിരാഹാര സമരത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ കണ്ണൂർ ഹെഡ്ക്വാർട്ടർ ബ്രാഞ്ച് സെക്രട്ടറി A വിജയൻ അധ്യക്ഷത വഹിച്ചു. ഡിവിഷൻ ട്രഷറർ ബിജു K നായർ, കണ്ണൂർ ഓപ്പൺ ലൈൻ ബ്രാഞ്ച് സെക്രട്ടറി അഹമ്മദ് ഷുബിൻ, കണ്ണൂർ ഹെഡ്ക്വാർട്ടർ ബ്രാഞ്ച് പ്രസിഡന്റ് VH മുഹമ്മദ് അലി, MV സന്തോഷ്, EV രതീഷ്, അജിത് മിനിയൻ, ജോൺ തോമസ്, C മനോജ് എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. മണൽക്കടത്ത് സംഘങ്ങൾക്കെതിരെ പരിശോധന ശക്തമാക്കി പഴയങ്ങാടി പോലീസ്. കഴിഞ്ഞ ദിവസം പുലർച്ചെ നടത്തിയ പരിശോധനയിൽ മുട്ടം ഭാഗത്ത് നിന്ന് മണൽ ലോറി പിടികൂടി. അടുത്ത കാലത്തായി 10ഓളം മണൽക്കടത്ത് കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. മാടായി മാട്ടൂൽ തീരദേശ മേഖല കേന്ദ്രീകരിച്ച് മണൽക്കടത്ത് വ്യാപകമാണ്. കടൽ തീരത്ത് നിന്നും മറ്റും വ്യാപകമായി മണലൂറ്റുകയാണ്. കൂടാതെ പുഴയിൽ നിന്നും വാരുന്ന മണൽ ഫൈബർ വള്ളങ്ങളിൽ കരക്കെത്തിച്ച് ടിപ്പർ ലോറികളിൽ പോലീസിന്റെ കണ്ണ് വെട്ടിച്ച് കടത്തുകയാണ് പതിവ്. പോലീസിന്റെ നീക്കങ്ങൾ നിരീക്ഷിക്കാൻ പ്രത്യേക സംഘങ്ങളും പ്രവർത്തിക്കുന്നുണ്ട്. അമിത വേഗതയിൽ കടന്നുപോകുന്ന ടിപ്പർ ലോറികൾ അപകടങ്ങൾക്കും കാരണമാകാറുണ്ട്. അതിസാഹസികമായിട്ടാണ് പോലീസ് മണൽ വാഹനങ്ങൾ പിടികൂടാറുള്ളത്. മതിയായ അംഗബലം പഴയങ്ങാടി സ്റ്റേഷനിലില്ലാത്തത് പലപ്പോഴും തിരിച്ചടിയാവാറുണ്ട്. എങ്കിലും രാത്രികാലങ്ങളിൽ ഉൾപ്പെടെ പോലീസ് സംഘം മണൽക്കടത്ത് സംഘങ്ങൾക്കെതിരെ പരിശോധന ശക്തമാക്കാറുണ്ട്. ബുധനാഴ്ച പുലർച്ചെയോടെ മുട്ടത്ത് നിന്നാണ് പോലീസ് മണൽക്കടത്ത് ലോറി പിടികൂടിയത്. ലോറിയെ പിന്തുടർന്ന് സാഹസികമായി ലോറി കസ്റ്റഡിയിലെടുത്തെങ്കിലും ഡ്രൈവർ ഓടി രക്ഷപ്പെട്ടു. അടുത്ത കാലത്തായി 10ഓളം മണൽക്കടത്ത് കേസുകളാണ് പഴയങ്ങാടി സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തത്. നിലവിൽ ഇത്രയും വർഷങ്ങളായി പിടികൂടിയ 250ലധികം മണൽ ലോറികളാണ് സ്റ്റേഷൻ പരിസരത്തും ഡംപിംഗ് യാർഡിലുമായി കിടക്കുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. യേശുക്രിസ്തുവിന്റെ അന്ത്യാത്താഴ സ്മരണയിൽ ഇന്ന് പെസഹ വ്യാഴം. ക്രിസ്തീയ ദേവാലയങ്ങളിൽ വിശുദ്ധ കുർബാനയും പ്രത്യേക കാൽകഴുകൽ ശുശ്രൂഷയും നടന്നു. തൃക്കരിപ്പൂർ സെന്റ് പോൾസ് പള്ളിയിൽ പെസഹ വ്യാഴം ആചരിച്ചു. കാൽകഴുകൽ ശുശ്രൂഷയും അപ്പമുറിക്കലും നടന്നു. ലോകത്തിനു മുന്നിൽ എളിമയുടെ മാതൃക ജീവിച്ചു കാട്ടിയ യേശുക്രിസ്തുവിന്റെ അന്ത്യാത്താഴ സ്മരണ പുതുക്കി തൃക്കരിപ്പൂർ സെന്റ് പോൾസ് പള്ളിയിൽ പെസഹ വ്യാഴം ആചരിച്ചു. കാൽകഴുകൽ ശുശ്രൂഷയും അപ്പമുറിക്കലും നടന്നു. ദൈവപുത്രനായ യേശുക്രിസ്തു പീഡാസഹനത്തിലൂടെ കുരിശുമരണം വരിക്കും മുൻപ് തന്റെ 12 ശിഷ്യന്മാർക്കൊപ്പം നടത്തിയ അവസാന അത്താഴത്തിന്റെ ഓർമ്മ ആചരണമാണ് പെസഹ വ്യാഴം. പള്ളിയിൽ വിശ്വാസികളുടെ കാലുകൾ വൈദികർ കഴുകി ചുംബിക്കുന്ന കർമ്മം നടന്നു. പരിശുദ്ധ കുർബാന സ്ഥാപനത്തിന്റെ വാർഷികവും പെസഹ ദിനത്തിൽ നടന്നു. തുടർന്ന് അപ്പമുറിക്കൽ ശുശ്രൂഷയുണ്ടായി. പള്ളിയിൽ പൊതു ആരാധനയും നടന്നു. കർമ്മങ്ങൾക്ക് ഇടവക വികാരി ഫാദർ വിനു കയ്യാനിക്കൽ കാർമ്മികത്വം വഹിച്ചു.
വിശുദ്ധവാരത്തിലെ പ്രാധാന്യമേറിയ കുരിശുമരണത്തിന്റെ സ്മരണയിൽ ഏപ്രിൽ 18-ന് ദുഃഖവെള്ളി ആചരണം നടക്കും. നടക്കാവ് സെന്റ് മേരീസ് കപ്പേള പരിസരത്തു നിന്നും തൃക്കരിപ്പൂർ പള്ളിയിലേക്ക് രാവിലെ 7-ന് കുരിശിന്റെ വഴി നടക്കും. പരിയാരം മദർ ഹോമിലെ ബ്രദർ ഷിൻഡോ ദുഃഖവെള്ളി സന്ദേശം നൽകും. ഉച്ച മുതൽ പീഡാനുഭവ തിരുക്കർമ്മങ്ങളും കുരിശാരാധനയും, വൈകുന്നേരം തിരുസ്വരൂപം നഗരി കാണിക്കലും കബറടക്കവും നടക്കും. 50 നോമ്പിന് സമാപനം കുറിച്ച് 19-ന് രാത്രി 10:30-ന് ആരാധനയും തുടർന്ന് ഈസ്റ്റർ കുർബാനയും നടക്കും. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ സർക്കാർ ഫാർമസിയിൽ മരുന്ന് ക്ഷാമം രൂക്ഷം. ഡോക്ടർമാർ കുറിക്കുന്ന മരുന്നുകളിൽ പലതും ഫാർമസിയിൽ നിന്നും കിട്ടാനില്ലെന്ന് പരാതി. കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ സർക്കാർ ഫാർമസിയിൽ മരുന്ന് ക്ഷാമം രൂക്ഷം. ആന്റിബയോട്ടിക്കുകൾ, കുട്ടികൾക്കുള്ള മരുന്ന്, ഗർഭിണികൾക്കുള്ള അയൺ, കാൽസ്യം ഗുളികകൾ, പ്രമേഹ രോഗികൾക്കും മറ്റ് ജീവിതശൈലി രോഗങ്ങൾക്കുമുള്ള മരുന്നുകൾ തുടങ്ങിയ പലതും ലഭിക്കുന്നില്ല. മണിക്കൂറുകളോളം വരിനിന്ന് ഫാർമസി കൗണ്ടറിലെത്തുമ്പോഴാണ് മരുന്ന് ഇല്ലെന്നറിയുന്നത്. സർക്കാർ ഫാർമസിയിൽ മരുന്ന് ലഭിക്കാത്തതിനാൽ പുറമേ നിന്ന് മരുന്ന് വാങ്ങാൻ വൻതുക ചിലവഴിക്കണം. ഇത് സാധാരണക്കാരായ രോഗികൾക്ക് ഏറെ പ്രയാസമാണ്. അതിനാൽ സർക്കാർ ഫാർമസിയിൽ നിന്നും കിട്ടിയ മരുന്നുകൊണ്ട് തൃപ്തിപ്പെടുകയാണെന്ന് പല രോഗികളും പറയുന്നു. ആരോഗ്യവകുപ്പ് അനുവദിച്ച മരുന്നിന്റെ നല്ലൊരു ശതമാനം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ലഭിക്കാത്തതിനാലാണ് ഇപ്പോൾ മരുന്നുക്ഷാമത്തിന് കാരണമായത്. പ്രതിവർഷം 15 കോടി രൂപയുടെ മരുന്നാണ് പരിയാരത്തേക്ക് അനുവദിച്ചത്. എന്നാൽ ഇതിൽ 11 കോടി രൂപയുടെ മരുന്ന് മാത്രമാണ് ലഭിച്ചിട്ടുള്ളത്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പയ്യന്നൂർ ഏരിയ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന കാൽനട പ്രചരണ ജാഥയ്ക്ക് കരിവെള്ളൂരിൽ തുടക്കമായി. തെക്കേ മണക്കാട് നടന്ന ജാഥയുടെ ഉദ്ഘാടനം SFI അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് കെ അനുശ്രീ നിർവഹിച്ചു. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പയ്യന്നൂർ ഏരിയ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന കാൽനട പ്രചരണ ജാഥയ്ക്ക് കരിവെള്ളൂരിൽ തുടക്കമായി. തെക്കേ മണക്കാട് AV മന്ദിരത്തിൽ നടന്ന ജാഥയുടെ ഉദ്ഘാടനം SFI അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് കെ അനുശ്രീ നിർവഹിച്ചു. എഴുതാനോ പറയാനോ പ്രസംഗിക്കാനോ സാധ്യമാവാതെ ഒരു അരാജകത്വം അങ്ങേയറ്റം നീണ്ടു നിൽക്കുന്ന ഇന്ത്യക്കകത്താണ് നാം രാഷ്ട്രീയം സംസാരിച്ച് മുന്നോട്ടേക്ക് പോകുന്നത്. ഈ ഇന്ത്യ രാജ്യത്ത് ഇന്നത്തെ സ്ത്രീകളുടെ വിഷയത്തെ പറ്റി ദൈനംദിന രാഷ്ട്രീയ സംഘടനാ പ്രവർത്തനം സംഘടിപ്പിക്കുന്ന മഹിളാ അസോസിയേഷന്റെ പ്രവർത്തകരോട് ഞാൻ പറയേണ്ടതായിട്ടില്ല. കഴിഞ്ഞ ഏറെ വർഷങ്ങളായി നാം തെരുവിലിറങ്ങിക്കൊണ്ട് വനിതകളുടെ മോചനത്തിന് വേണ്ടി നമ്മളും ഈ നാടിനകത്ത് എല്ലാവരെയും പോലെ അവകാശങ്ങളുള്ളവരായി ജീവിക്കേണ്ടവരാണ് എന്ന നമ്മുടെ തുല്യ പ്രാധാന്യത്തോടു കൂടിയുള്ള പുതിയ ജീവിതത്തെ പറ്റി, നമ്മുടെ അവസരത്തെ പറ്റി ദൈനംദിനം അവകാശ മുദ്രാവാക്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് പ്രസംഗിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. വർഗീയതയ്ക്കും സാമൂഹ്യ ജീർണതയ്ക്കുമെതിരെ എന്ന മുദ്രാവാക്യമുയർത്തിയാണ് ജാഥ സംഘടിപ്പിക്കുന്നത്. ശ്യാമളയാണ് ജാഥ ലീഡർ. KV ലളിതയാണ് ജാഥ മാനേജർ. AK ഗിരീഷ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് P സന്തോഷ്, KV ലളിത, P ശ്യാമള, KP ജ്യോതി, PP ഗിരിജ, K മാലതി, ഡോക്ടർ നിഷ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. 3 ദിവസം നീണ്ടുനിൽക്കുന്നതാണ് കാൽനട പ്രചരണ ജാഥ. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. എരമംകുറ്റൂർ സർവീസ് സഹകരണ ബാങ്ക് പേരൂർ ബ്രാഞ്ച് കെട്ടിടോദ്ഘാടനം സഹകരണ വകുപ്പ് മന്ത്രി VN വാസവൻ നിർവഹിച്ചു. TI മധുസൂദനൻ MLA അധ്യക്ഷത വഹിച്ചു. എരമംകുറ്റൂർ സർവീസ് സഹകരണ ബാങ്ക് പേരൂർ ബ്രാഞ്ച് കെട്ടിടോദ്ഘാടനം സഹകരണ വകുപ്പ് മന്ത്രി VN വാസവൻ നിർവഹിച്ചു. ചടങ്ങിൽ TI മധുസൂദനൻ MLA അധ്യക്ഷത വഹിച്ചു. റീപേയിങ് കപ്പാസിറ്റിയും സെക്യൂർഡ് ആണെങ്കിലും വായ്പ കൊടുക്കാം. ഈ 22 ബാങ്കിംഗ് മേഖലയുടെ പ്രവർത്തനം നമ്മളങ്ങനെയല്ല. നമ്മൾ അംഗങ്ങളിൽ നിക്ഷേപം സ്വീകരിക്കുകയും അംഗങ്ങൾക്ക് വായ്പ കൊടുക്കുകയും അംഗങ്ങളുടെ ഇഷ്ടമനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ അവരുടെ പൊതു തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിൽ ജനാധിപത്യ ഉള്ളടക്കത്തോടുകൂടി നടപ്പാക്കി പോവുകയും ചെയ്യുന്ന സഹകരണ സ്ഥാപനങ്ങളാണ് നമ്മുടെ സ്ഥാപനങ്ങൾ. ആ സഹകരണ ബാങ്കുകൾക്ക് ഇന്ന് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ 7th ഷെഡ്യൂൾ 32 എൻട്രി കോപ്പറേറ്റീവ് സബ്ജക്ട് സ്റ്റേറ്റ് സബ്ജക്റ്റാണ്. രാജ്യത്തിന്റെ പരമോന്നത നീതിപീഠവും ഈ കാര്യത്തിൽ നമ്മൾ ആദ്യം തന്നെ അംഗീകരിച്ചുകൊണ്ട് സുപ്രധാനമായ വിധി പുറപ്പെടുവിച്ചിട്ടുണ്ട്. രാജ്യത്തിന്റെ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന ഏറ്റവും ഉന്നതമായ നിലവാരത്തിലുള്ള ഈ വീക്ഷണം നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനയുടെ 32 അനുച്ഛേദം. എരമംകുറ്റൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് T തമ്പാൻ മാസ്റ്റർ ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. എരമംകുറ്റൂർ സർവീസ് സഹകരണ ബാങ്ക് സെക്രട്ടറി NV ഉഷാകുമാരി റിപ്പോർട്ട് അവതരിപ്പിച്ചു. അസിസ്റ്റന്റ് ഡയറക്ടർ കൺകറന്റ് ഓഡിറ്റർ AP ഗംഗാധരൻ സ്ട്രോങ് റൂം ഉദ്ഘാടനം നിർവഹിച്ചു. എരമംകുറ്റൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TR രാമചന്ദ്രൻ നിക്ഷേപം സ്വീകരിച്ചു. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് C സത്യപാലൻ ലോക്കർ ഉദ്ഘാടനവും നിർവഹിച്ചു. പയ്യന്നൂർ കാർഷിക വികസന ബാങ്ക് പ്രസിഡന്റ് KV ഗോവിന്ദൻ, മാത്തൽ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് P ശശിധരൻ,
പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ അഡ്വക്കേറ്റ് കെ.പി. രമേശൻ, എരമംകുറ്റൂർ ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി.കെ. രാജൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പയ്യന്നൂർ തെരു ശ്രീ അഷ്ടമച്ചാൽ ഭഗവതി ക്ഷേത്രം കലശ മഹോത്സവം ഏപ്രിൽ 19 മുതൽ 25 വരെ വിവിധ കലാ സാംസ്കാരിക പരിപാടികളോടെ നടക്കും. ഉത്സവാഘോഷത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ പയ്യന്നൂരിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പയ്യന്നൂർ തെരു ശ്രീ അഷ്ടമച്ചാൽ ഭഗവതി ക്ഷേത്രം കലശ മഹോത്സവം ഏപ്രിൽ 19 മുതൽ 25 വരെ നടക്കും. ഏപ്രിൽ 19 രാവിലെ മാടായിക്കാവിൽ നിന്നും കാരളി അമ്പലത്തിൽ നിന്നും ദീപവും തിരിയും സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ നിന്നും പൂവും പ്രസാദവും കൊണ്ടുവരുന്നതോടുകൂടി കലശ മഹോത്സവത്തിന് തുടക്കം കുറിക്കും. വൈകിട്ട് നടക്കുന്ന സാംസ്കാരിക സമ്മേളനവും ക്ഷേത്ര പുനരുദ്ധാരണത്തിന്റെ ധനസമാഹരണത്തിന്റെ ഉദ്ഘാടനവും രാജ്മോഹൻ ഉണ്ണിത്താൻ MP നിർവഹിക്കും. മലബാർ ദേവസ്വം ബോർഡ് ഏരിയ കമ്മിറ്റി ചെയർമാൻ KV സുരേന്ദ്രൻ മുഖ്യാതിഥിയാകും. സിനിമാ താരം അജിഷ പ്രഭാകരൻ ചടങ്ങിൽ പങ്കെടുക്കും. തുടർന്ന് ഭക്തിഗാനാമൃതവും മെഗാ ഫ്യൂഷൻ ഡാൻസും അരങ്ങേറും. ഉത്സവത്തിന്റെ 2ാം ദിവസം വൈകിട്ട് 7 മണിക്ക് പയ്യന്നൂർ നിത്യതിയുടെ തത്വമസി നൃത്തശില്പവും പ്രാദേശിക കലാകാരന്മാരുടെ കലാസന്ധ്യയും അരങ്ങേറും. 3ാം ദിവസം രാത്രി 9 മണിക്ക് തിരുവനന്തപുരം നവോദയ അവതരിപ്പിക്കുന്ന കഥകൾ മെനയുന്നവരുടെ താവളം കലുങ്ക് നാടകം അരങ്ങിലെത്തും. 4ാം ദിവസം പയ്യന്നൂർ തെരു പ്രവാസി കൂട്ടായ്മ സ്പോൺസർ ചെയ്യുന്ന മെഗാ മ്യൂസിക്കൽ നൈറ്റ് അരങ്ങേറും. ഉത്സവത്തിന്റെ 5ാം ദിവസം ഉച്ചയ്ക്ക് 12 മണിക്ക് നടക്കുന്ന മീനമൃത് പുറപ്പാട് വൈകുന്നേരം 6 മണിയോടുകൂടി ക്ഷേത്രസന്നിധിയിൽ തിരിച്ചെത്തും. രാത്രി 11 മണിക്ക് തിരുവർക്കാട്ട് ഭഗവതിയുടെ തെയ്യക്കോലങ്ങളോടുകൂടിയ കലശമെഴുന്നള്ളത്ത് നടക്കും. ഉത്സവത്തിന്റെ 6ാം ദിവസമായ രാക്കലശ നാളിൽ രാത്രി 10 മണിക്ക് വടക്കേവാതിൽ തുറന്നുള്ള ദേവീ ദർശനവും തുടർന്ന് തിരുവർക്കാട്ട് ഭഗവതിയുടെയും ക്ഷേത്രപാലകന്റെയും തെയ്യക്കോലങ്ങളോടുകൂടിയ കലശം എഴുന്നള്ളത്തുമുണ്ടാകും. 7ാം ദിവസം ഉച്ചയ്ക്ക് 12 മണിക്ക് ഊർബലിയുടെ പുറപ്പാടും വൈകിട്ട് 7 മണിക്ക് വീരഭദ്രൻ തെയ്യങ്ങളുടെ മുടിയഴിക്കുന്നതോടുകൂടി കലശ മഹോത്സവത്തിന് സമാപനമാകും. വാർത്താസമ്മേളനത്തിൽ ഏകനാഥ് പുത്തൻകുടി, KV മഞ്ജേഷ് കുമാർ, TV സുനിൽ, TV ജയരാജൻ, TV രഘു എന്നിവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കരിവെള്ളൂർ ഫെസ്റ്റിൽ ജനത്തിരക്കേറുന്നു. ഓരോ ദിവസം പിന്നിടുമ്പോഴും ഫെസ്റ്റിലെ വൈവിധ്യങ്ങൾ അറിഞ്ഞ് ജനങ്ങൾ എത്തുന്നത് വർദ്ധിക്കുകയാണ്. കരിവെള്ളൂർ ഫെസ്റ്റിൽ ജനത്തിരക്കേറുന്നു. വൈവിധ്യമാർന്ന പരിപാടികൾ ഒരുക്കിയിരിക്കുന്നു എന്നത് തന്നെ ഫെസ്റ്റിന്റെ പ്രത്യേകതയാണ്. വിനോദത്തിനും വിജ്ഞാനത്തിനും മാത്രമല്ല ഷോപ്പിങ്ങിനും ഫെസ്റ്റ് ഉപകാരപ്പെടുന്നു. മനോഹരമായ പൂക്കളുള്ള ചെടികൾ മുതൽ വ്യത്യസ്ത തരത്തിലുള്ള പക്ഷികൾ എല്ലാം ഫെസ്റ്റിലെത്തുന്നവരെ ആകർഷിക്കാതിരിക്കില്ല. പഞ്ചായത്തിന്റെ ചരിത്രത്തിലെ ഒരു നാഴികക്കല്ലാകും ഫെസ്റ്റ് എന്ന് വൈസ് പ്രസിഡന്റ് T. ഗോപാലൻ പറഞ്ഞു. കരിവെള്ളൂർ ഫെസ്റ്റ് ഒരു ചരിത്ര സംഭവമായി മാറാൻ വേണ്ടി പോവുകയാണ്. ഇന്നേക്ക് 4 നാൾ പിന്നിട്ടപ്പോൾ തന്നെ ആയിരക്കണക്കിന് ആളുകളാണ് ദിവസേന വന്നു പോകുന്നത്. ഈ നഗരിക്കകത്ത് കടന്നവർ ആഹ്ലാദത്തിലും ആനന്ദത്തിലും ആറാടിക്കൊണ്ടുള്ള ഒരു ചരിത്ര വിസ്മയമാക്കിയിട്ട് കരിവെള്ളൂർ ഫെസ്റ്റ് മാറും എന്നതിൽ യാതൊരു തർക്കവുമില്ല. കൂടാതെ കരിവെള്ളൂരിന്റെ സമരചരിത്രവുമുണ്ട്. കുടുംബശ്രീയുടെയും ദിനേശിന്റെയും കാർഷിക ഗവേഷണ കേന്ദ്രത്തിന്റെയും മറ്റനേകം ആളുകളുടെയും സ്റ്റാളുകളുമുണ്ടിവിടെ. സസ്പെൻസ് നിറഞ്ഞ സ്റ്റാളുകൾ വേറെയുമുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റും സംഘാടകരും അഭിനന്ദനം അർഹിക്കുന്നുവെന്ന് ഫെസ്റ്റ് സന്ദർശിച്ചവർ പറയുന്നു. കൾച്ചറൽ പ്രോഗ്രാംസ് ആൻഡ് ദിസ് ഫെസ്റ്റ് ഈസ് വെരി ഗുഡ് ആൻഡ് വി കൺഗ്രാറ്റുലേറ്റ് ഹർ. Our best wishes to Madam and Panchayati and other committee members also. They arranged very good. Network News, Karivellur. കരിവെള്ളൂർ ഫെസ്റ്റ് വേദിയിൽ നസീർ രാജന്റെ കരിവെള്ളൂർ ലീന ടാക്കീസിന്റെ മാതൃക ശ്രദ്ധ നേടുന്നു. സിനിമാ പ്രേമികളുടെ ജീവിതത്തിൽ വസന്തം വിരിയിച്ച ഒരു കാലഘട്ടത്തെയാണ് രാജൻ ഇവിടെ പുനർസൃഷ്ടിച്ചിരിക്കുന്നത്. ഒരു തലമുറയിൽ വസന്തം വിരിയിച്ച കരിവെള്ളൂർ ലീന ടാക്കീസ് കരിവെള്ളൂർ ഫെസ്റ്റ് വേദിയിൽ വീണ്ടും പുനർജനിച്ചു. അതാകട്ടെ പലരെയും പഴയ കാലത്തേക്ക് തിരികെ കൊണ്ടുപോയി. കരിവെള്ളൂർ ഫെസ്റ്റിൽ നസീർ രാജൻ ഒരുക്കിയ 6 അടി നീളത്തിലുള്ള കരിവെള്ളൂർ ലീന ടാക്കീസിന്റെ മാതൃകയാണ് ഓർമ്മകൾക്ക് വേദിയാകുന്നത്. ലീന ടാക്കീസ് കരിവെള്ളൂർ നിവാസികളുടെ ഏറെക്കാലത്തെയും ഗൃഹാതുര സ്മരണകളിൽ ഒന്നാണ്. 1978 മുതൽ പതിറ്റാണ്ടുകളോളം കരിവെള്ളൂർ ഗ്രാമവാസികളുടെ സിനിമാ സ്വപ്നങ്ങൾക്ക് നിറം പകർന്ന ലീന ടാക്കീസ് വർഷങ്ങൾക്ക് മുൻപ് പൊളിച്ചുമാറ്റിയിരുന്നു. 1973 സഖാവ് AV കുഞ്ഞമ്പു ഉദ്ഘാടനം ചെയ്തു വെച്ച് തുടങ്ങി വെച്ച ലീന ടാക്കീസ്. ഈ ടാക്കീസ്
ഉദ്ഘാടന ചിത്രം കരകാണക്കടലായിരുന്നു. പിന്നീട് അങ്ങോട്ട് വന്ന സിനിമകളൊക്കെ പ്രേംനസീറിൻ്റെതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സിനിമ കാണാൻ വേണ്ടിയിട്ട് ഞാൻ കോയമ്പത്തൂരിലുള്ള എൻ്റെ ജോലി ഉപേക്ഷിച്ച് നാട്ടിൽ ഈ ടാക്കീസിൻ്റെ കിഴക്ക് ഭാഗത്തുള്ള എൻ്റെ ഇളയമ്മയുടെ വീട്ടിൽ സ്ഥിരം താമസക്കാരനായി. അതായത് കാലിക്കടവ് ആയിരുന്നു എൻ്റെ താമസം. അവിടെ അച്ഛനമ്മയൊക്കെ ഉണ്ട്. എങ്കിലും ഈ സിനിമ കാണാനായിട്ട് ഞാൻ താമസിച്ചത് ഇളയമ്മയുടെ വീട്ടിലായിരുന്നു. 6 വലിയ മരത്തൂണുകളിൽ കെട്ടിയുയർത്തിയ ടാക്കീസ് അതേ മാതൃകയിൽ തന്നെയാണ് രാജൻ നിർമ്മിച്ചിരിക്കുന്നത്. കാർഡ്ബോർഡും ചാക്കും പ്ലൈവുഡുമാണ് പ്രധാനമായും ഉപയോഗിച്ചിരിക്കുന്നത്. ലീന ടാക്കീസിൽ ആദ്യം പ്രദർശിപ്പിച്ച സിനിമയായ കരകാണക്കടലിന്റെ പോസ്റ്ററോടുകൂടിയാണ് ടാക്കീസിന്റെ മുൻഭാഗം നിർമ്മിച്ചിരിക്കുന്നത്. കരിവെള്ളൂർ കുതിരുമ്മലെ സ്വർണ്ണാഭരണ തൊഴിലാളിയായ TV രാജൻ പ്രേംനസീറിന്റെ കടുത്ത ആരാധകനായതുകൊണ്ട് നസീർ രാജൻ എന്നാണ് അറിയപ്പെടുന്നത്. ഇതിനു മുൻപ് ലീന ടാക്കീസിന്റെ ചെറിയ രൂപവും ചെറുവത്തൂർ പാക്കനാർ ടാക്കീസിന്റെ രൂപവും രാജൻ നിർമ്മിച്ചിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. 2ാം ക്ലാസ് വിദ്യാർത്ഥി നമ്രതിന്റെ എമ്പുരാൻ തെയ്യം 39 എന്ന ചിത്രപ്രദർശനം ഏപ്രിൽ 18 മുതൽ 21 വരെ പയ്യന്നൂർ ഗാന്ധി പാർക്ക് ലളിതകലാ അക്കാദമി ആർട്ട് ഗ്യാലറിയിൽ നടക്കും. മുൻ MP P കരുണാകരൻ ചിത്രപ്രദർശനം ഉദ്ഘാടനം ചെയ്യുമെന്ന് ബന്ധപ്പെട്ടവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വെള്ളൂർ ഗവൺമെന്റ് LP സ്കൂൾ 2ാം ക്ലാസ് വിദ്യാർത്ഥി നമ്രതിന്റെ എമ്പുരാൻ തെയ്യം 39 എന്ന ചിത്രപ്രദർശനം ഏപ്രിൽ 18 മുതൽ 21 വരെ പയ്യന്നൂർ ഗാന്ധി പാർക്കിലെ ലളിതകലാ അക്കാദമി ആർട്ട് ഗ്യാലറിയിൽ നടക്കും. ഏപ്രിൽ 18 രാവിലെ 10:30 മുൻ MP P കരുണാകരൻ ചിത്രപ്രദർശനം ഉദ്ഘാടനം ചെയ്യും. നമ്രത് വരച്ച തെയ്യങ്ങളുടെ 30 ചിത്രങ്ങൾ പ്രദർശനത്തിലുണ്ടാകുമെന്ന് ബന്ധപ്പെട്ടവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. രവീന്ദ്രൻ തൃക്കരിപ്പൂർ, നമ്രതിന്റെ മാതാപിതാക്കളായ കരിവെള്ളൂർ നെടുവപ്പുറത്തെ A അനീഷ്, A രശ്മി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പയ്യന്നൂർ ഫയർ സ്റ്റേഷന്റെ ആഭിമുഖ്യത്തിൽ അഗ്നിശമന സേന വാരാചരണം സംഘടിപ്പിച്ചു. സ്റ്റേഷൻ ഓഫീസർ PV പ്രകാശൻ നേതൃത്വം നൽകി. 1944 ബോംബെയിലെ വിക്ടോറിയ ഡോക്സിലുണ്ടായ അഗ്നിബാധയിലും സ്ഫോടനത്തിലും 66 അഗ്നിശമന സേനാംഗങ്ങൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു. ഈ രക്തസാക്ഷികളോടുള്ള ആദരസൂചകമായാണ് രാജ്യമൊട്ടാകെ അഗ്നിശമന സേനാ ദിനം സംഘടിപ്പിക്കുന്നത്. പയ്യന്നൂർ ഫയർ സ്റ്റേഷന്റെ ആഭിമുഖ്യത്തിൽ നടന്ന അഗ്നിശമന സേനാ വാരാചരണത്തിന് സ്റ്റേഷൻ ഓഫീസർ PV പ്രകാശൻ നേതൃത്വം നൽകി. വാരാചരണത്തിന്റെ ഭാഗമായി അഗ്നിരക്ഷാ വാഹനങ്ങൾ അണിനിരത്തി വാഹന പ്രചരണ റാലി സംഘടിപ്പിച്ചു. തുടർന്ന് വിവിധ അഗ്നിരക്ഷാ ഉപകരണങ്ങളുടെ പ്രദർശനവും പൊതുജനങ്ങൾക്കായി സംഘടിപ്പിച്ചു. വാരാചരണത്തിന്റെ ഭാഗമായി പൊതുജനങ്ങൾക്കായി നിലയത്തിലെ വാഹനങ്ങളുടെയും ആധുനിക ഉപകരണങ്ങളുടെയും പ്രദർശനവും പരിചയപ്പെടുത്തലുകളും നടന്നു. വരും ദിവസങ്ങളിൽ പൊതുജനങ്ങൾക്കായുള്ള അഗ്നിസുരക്ഷാ ബോധവൽക്കരണ ക്ലാസുകൾ, സുരക്ഷാ മുന്നറിയിപ്പുകൾ അടങ്ങിയ ലഘുലേഖ വിതരണം തുടങ്ങിയവ നടക്കും. എല്ലാ ഫയർ സ്റ്റേഷന്റെയും ആഭിമുഖ്യത്തിൽ വാഹന റാലികൾ, ബോധവൽക്കരണ ക്ലാസുകൾ, അതുപോലെ ഉപകരണങ്ങളുടെയും പ്രവർത്തന രീതികളുടെയും പ്രദർശന പരിപാടികൾ, അതുപോലെ വിവിധ സ്ഥലങ്ങളിൽ മോക്ക് ഡ്രില്ലുകൾ എന്നിവയൊക്കെ സംഘടിപ്പിക്കാറുണ്ട്. അതുപോലെ സേനയ്ക്കകത്തും പുറത്തു നിന്നുള്ള വിദഗ്ധന്മാരെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള സെമിനാറുകൾ മുതലായവ സംഘടിപ്പിക്കുന്നു. സിവിൽ ഡിഫൻസ്, ആപദാമിത്ര വളണ്ടിയർമാർ എന്നിവരും വാരാചരണ പരിപാടികളിൽ പങ്കെടുക്കും. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പയ്യന്നൂർ ബ്ലോക്ക് ടൈലേഴ്സ് മൾട്ടി ഇൻഡസ്ട്രിയൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡിന്റെ ആഭിമുഖ്യത്തിൽ ടൈലറിംഗ് പരിശീലന സർട്ടിഫിക്കറ്റ് കോഴ്സിന് തുടക്കമായി. പയ്യന്നൂർ നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത ഉദ്ഘാടനം നിർവഹിച്ചു. പയ്യന്നൂർ ബ്ലോക്ക് ടൈലേഴ്സ് മൾട്ടി ഇൻഡസ്ട്രിയൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡിന്റെ ആഭിമുഖ്യത്തിൽ ടൈലറിംഗ് പരിശീലന സർട്ടിഫിക്കറ്റ് കോഴ്സിന് തുടക്കമായി. പയ്യന്നൂർ നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത ഉദ്ഘാടനം ചെയ്തു. ഇവിടെ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ വലിയ തോതിലേക്കുള്ള പ്രതിസന്ധികൾ ടൈലറിംഗ് മേഖലയിൽ തൊഴിലെടുത്തുകൊണ്ടിരിക്കുന്ന തൊഴിലാളികൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്നെല്ലാ തുണിത്തരങ്ങളും നമുക്ക് വേണ്ട വസ്ത്രങ്ങളുമെല്ലാം റെഡിമെയ്ഡായിട്ട് ഓൺലൈനിലൂടെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു അനുഭവമാണുള്ളത്. നമ്മുടെ മൊബൈൽ ഫോണിൽ നിന്നൊന്ന് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ആവശ്യമുള്ള ഏത് തരത്തിലുള്ള വസ്ത്രങ്ങളും നമ്മുടെ വീട്ടിലെത്തും. അങ്ങനെ വരുമ്പോൾ ടൈലറിംഗ് മേഖലയിൽ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ആളുകളുടെ തൊഴിലവസരങ്ങൾ വലിയ തോതിൽ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. സൊസൈറ്റി പ്രസിഡന്റ് KV ബാലൻ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു.
കണ്ണൂർ വ്യവസായ കേന്ദ്രം ഡെപ്യൂട്ടി രജിസ്ട്രാർ ശ്രീജിത്ത് കെ മുഖ്യാതിഥിയായി. KC ശശി, ലിജി ടി, KV കുഞ്ഞിക്കണ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. ഏപ്രിൽ 18 ലോക പൈതൃക ദിനം. പൈതൃക സ്ഥലങ്ങളുടെ വൈവിധ്യത്തെക്കുറിച്ചും അവയെ സംരക്ഷിക്കുന്നതിനും ബോധവൽക്കരിക്കുകയാണ് ഈ ദിനത്തിന്റെ ലക്ഷ്യം. ഏപ്രിൽ 18 ലോക പൈതൃക ദിനം. നമ്മുടെ പൂർവികർ കാത്തുവെച്ചുപോയ മഹത്തായ കാര്യങ്ങളാണ് പൈതൃകങ്ങൾ. കരുതലോടെ കാത്തുസൂക്ഷിക്കേണ്ടവയാണവ. അത് വസ്തുക്കളോ സ്ഥലങ്ങളോ സമുച്ചയങ്ങളോ കലാരൂപങ്ങളോ എന്തുമാകാം. നമ്മുടെ നാട്ടിലും നൂറ്റാണ്ടുകൾക്കപ്പുറത്ത് ജീവിച്ചിരുന്ന മനുഷ്യരുടെ തിരുശേഷിപ്പുകൾ ഇപ്പോഴുമുണ്ട്. ഒരു കാലത്ത് ജീവിച്ചിരുന്ന മനുഷ്യരുടെ കാലൊച്ചകൾ ഇവയിൽ കൂടി നമുക്കിപ്പോഴും കേൾക്കാം. കേടുകൂടാതെ ഇവയെ കാത്തുസൂക്ഷിക്കേണ്ടത് ഓരോ കാലത്ത് ജീവിക്കുന്നവരുടെയും കടമയാണ്. ഇത് ഓർമ്മിപ്പിക്കുന്ന ദിനം കൂടിയാണ് പൈതൃക ദിനം. എല്ലാ വർഷവും ഏപ്രിൽ 18 ലോക പൈതൃക ദിനമായി ആചരിച്ചു വരുന്നു. സാംസ്കാരികവും പുരാതനവുമായ സമ്പത്ത് ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവ സംരക്ഷിക്കുന്നതിന് സാർവദേശീയമായി സഹകരണം നൽകുകയാണ് ലക്ഷ്യം. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. തൃക്കരിപ്പൂർ മുനവീർ സിറ്റി ആതിഥ്യമരുളുന്ന 3ാമത് അന്തർജില്ലാ സായാഹ്ന സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് ഏപ്രിൽ 20 തൃക്കരിപ്പൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ മിനി സ്റ്റേഡിയത്തിൽ ആരംഭിക്കും. 16 ടീമുകൾ മാറ്റുരയ്ക്കുന്ന ടൂർണമെന്റിന്റെ ഉദ്ഘാടന മത്സരത്തിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പൊറോപ്പാടും റെഡ് സ്റ്റാർ ഇടയിലക്കാടും തമ്മിൽ ഏറ്റുമുട്ടും. ജേതാക്കളാകുന്ന ടീമിനും റണ്ണേഴ്സ് ആകുന്ന ടീമിനും ഉൾപ്പെടെ 1 ലക്ഷം രൂപ പ്രൈസ് മണിയാണ് നൽകുന്നത്. ദേശീയ അന്തർദേശീയ താരങ്ങൾ വിവിധ ടീമുകൾക്കായി തൃക്കരിപ്പൂരിലെ കളിക്കളത്തിലിറങ്ങും. മെയ് 4 കലാശപ്പോരാട്ടം നടക്കുക. AFC ബീരിച്ചേരി, ഉദനൂർ സെൻട്രൽ യൂണിറ്റി, തൃക്കരിപ്പൂർ ഹിറ്റാച്ചി FC, കൊയോങ്കര റെഡ് ഫോഴ്സ്, സിൽവർ സ്റ്റാർ മൈതാനി, സെലക്ടഡ് വലിയ പറമ്പ്, രാമന്തള്ളി മുസാഫിർ FC, EFA കാലിക്കടവ്, തൃക്കരിപ്പൂർ ടൗൺ FC, പയ്യന്നൂർ ടൗൺ ടീം, ഗ്രേറ്റ് കവായി, പറശ്ശിനി ബ്രദേഴ്സ്, മെട്ടമ്മൽ ബ്രദേഴ്സ്, തൃക്കരിപ്പൂർ പെന്റ് ഇന്റർനാഷണൽ തുടങ്ങിയ ടീമുകളാണ് സായാഹ്ന സെവൻസിൽ മാറ്റുരയ്ക്കാനെത്തുക. ഫുട്ബോൾ ടൂർണമെന്റ് വിളംബരപ്പെടുത്തി ഏപ്രിൽ 19 തൃക്കരിപ്പൂർ ടൗണിൽ വിളംബര ഘോഷയാത്ര നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. നിയാസ് അംനാസ്, T മുഹമ്മദ് ജദീർ, AP മുസമ്മിൽ, NAV ജാസിം, NP അബ്ദുള്ള, M ഷഹീർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. പോക്കറ്റ് റോഡുകൾ പൊട്ടിപ്പൊളിഞ്ഞ് സഞ്ചാരയോഗ്യമല്ലാതായി കഴിഞ്ഞു. ഇരുചക്രവാഹന യാത്രക്കാരെയും കാൽനട യാത്രക്കാരെയുമാണ് ഇത് ഏറെ ബാധിക്കുന്നത്. റോഡുകൾ പൊട്ടിപ്പൊളിഞ്ഞ് സഞ്ചാരയോഗ്യമല്ലാതായി കഴിഞ്ഞു. വലിയപൊയിൽ പുത്തൂരമ്പലം റോഡിലേക്ക് എത്തുന്ന പോക്കറ്റ് റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് നാളുകളേറെയായി. കാലം തെറ്റിപ്പെയ്ത മഴ കാര്യങ്ങൾ കൂടുതൽ ബുദ്ധിമുട്ടിലാക്കിയിരിക്കുകയാണ്. റോഡിലെ ഇറക്കവും കൂടിയാകുമ്പോൾ അപകടം ഇരട്ടിക്കുകയാണ്. ഇരുചക്രവാഹന യാത്രക്കാരെയും കാൽനട യാത്രക്കാരെയുമാണ് ഇത് ഏറെ ബാധിക്കുന്നത്. കുഴിയിൽ വീഴാതെ വാഹനങ്ങൾ വെട്ടിക്കുമ്പോൾ ബുദ്ധിമുട്ടിലാകുന്നത് കാൽനട യാത്രക്കാരാണ്. എത്രയും വേഗം റോഡ് ടാർ ചെയ്ത് പ്രശ്നം പരിഹരിക്കണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കൺസ്യൂമർ ഫെഡ് സ്റ്റുഡൻസ് മാർക്കറ്റിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം പയ്യന്നൂരിൽ സഹകരണ ദേവസ്വം തുറമുഖ വകുപ്പ് മന്ത്രി BN വാസവൻ നിർവഹിച്ചു. വിലക്കയറ്റവും ചൂഷണവും നിയന്ത്രിക്കുന്നതിന് ജില്ലകൾ തോറും കൺസ്യൂമർ ഫെഡിന്റെ നേതൃത്വത്തിൽ പ്രാഥമിക സഹകരണ സംഘങ്ങളുമായി ചേർന്നാണ് സ്റ്റുഡൻസ് മാർക്കറ്റുകൾ ആരംഭിക്കുന്നത്. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കണ്ണൂർ ജില്ലാ സമ്മേളനം ചെറുതാഴം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ആരംഭിച്ചു. കുസാറ്റ് റഡാർ സെന്റർ ഡയറക്ടർ ഡോക്ടർ S അഭിലാഷ് ഉദ്ഘാടനം ചെയ്തു. കാലാവസ്ഥാ പ്രതിസന്ധിയുടെ ഭാഗമായി ഉണ്ടാകുന്ന പ്രകൃതി ദുരന്തങ്ങൾ കേരളത്തിലെ ഏതു പ്രദേശത്തും ഏതു കാലത്തും സംഭവിക്കാവുന്നതാണെന്നും അതിനെ നേരിടാൻ ജാഗ്രതയും ശാസ്ത്രീയമായ ആസൂത്രണവും അനിവാര്യമാണെന്നും ഡോക്ടർ S അഭിലാഷ് പറഞ്ഞു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് റെയിൽവേയിലെ വ്യത്യസ്ത മേഖലയിലെ ജീവനക്കാർ സദേൺ റെയിൽവേ മസ്ദൂർ യൂണിയന്റെ നേതൃത്വത്തിൽ നിരാഹാര സമരം നടത്തി. പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ നടന്ന 12 മണിക്കൂർ നിരാഹാര സമരം SRMU പാലക്കാട് ഡിവിഷൻ സെക്രട്ടറി R രാജേഷ് ഉദ്ഘാടനം ചെയ്തു. മണൽക്കടത്ത് സംഘങ്ങൾക്കെതിരെ പരിശോധന ശക്തമാക്കി പഴയങ്ങാടി പോലീസ്. കഴിഞ്ഞ ദിവസം പുലർച്ചെ നടത്തിയ പരിശോധനയിൽ മുട്ടം ഭാഗത്ത് നിന്ന് മണൽ ലോറി പിടികൂടി. അടുത്ത കാലത്തായി 10ഓളം മണൽക്കടത്തു കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. യേശുക്രിസ്തുവിന്റെ അന്ത്യാത്താഴ സ്മരണയിൽ പെസഹ വ്യാഴം ആചരിച്ചു. ക്രിസ്തീയ ദേവാലയങ്ങളിൽ വിശുദ്ധ കുർബാനയും പ്രത്യേക കാൽകഴുകൽ ശുശ്രൂഷയും നടന്നു.
ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.